ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോരുകറി റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിനകത്ത് തേങ്ങയൊന്നും അരയ്ക്കുന്നൊന്നുമില്ല, വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണിത്. ഒരു 5 മിനിറ്റൊക്കെ എടുക്കത്തുള്ളൂ. എല്ലാവരും തന്നെ ഉണ്ടാക്കുന്നതായിരിക്കാം. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു 400 ഗ്രാം തൈരാണ് എടുത്തിരിക്കുന്നത്. നല്ല കട്ട തൈരാണിത് കണ്ടോ, ഇതുമാതിരിയുള്ള കട്ട തൈരാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനൊന്ന് ഒരു മിക്സിയിലോട്ട് ഇട്ട് ഇതിനൊന്ന് കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിൽ ഇപ്പം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സി ഇല്ലെങ്കിൽ നമ്മൾ മറ്റേ വിസ്കിനായിട്ട് ചെയ്താലും മതി. എന്നാലും ഇതിന് കട്ടയെല്ലാം നന്നായിട്ട് ഉടയണമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഇത് കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഇത്രയും തന്നെ വെള്ളവും കൂടി ഒഴിച്ച് ഇതിന് നല്ല ഡൈല്യൂട്ട് ആക്കാൻ പോവുകയാണ്. ഇപ്പോൾ 400 ml എത്രയാണോ അളവെടുക്കുന്നത് അത്രയും തന്നെ വെള്ളം ചേർത്താൽ മതി. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് ഡൈല്യൂട്ടായിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടോ, നമ്മുടെ മോര് കണ്ടോ ഇതുപോലെ നീട്ടി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീണ്ടിരിക്കണം. പിന്നെ ഈ മോരുകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പുളിയുള്ള മോരാണെങ്കിലാണ് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പം ഞാൻ തൈര് മേടിച്ചത് അത് കുറച്ച് നേരം എടുത്ത് പുറത്ത് വെച്ച്, കാരണം നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന തൈര് കുറച്ച് പുളി കുറവാണ്. അപ്പം നമ്മൾ ഇച്ചിരി നേരം ഒന്ന് പുറത്തൊരു പാത്രത്തിലെടുത്ത് വെക്കുകയാണെങ്കിൽ അത് തനത്താൻ കുറച്ച് പുളിയായി വരും കേട്ടോ. അപ്പം നമ്മൾ മോരുകറി ഉണ്ടാക്കാനുള്ള ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യം പോലെ യൂസ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം. നമുക്ക് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉലുവയും കടുകും പൊട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 2-3 റെഡ് ചില്ലിയാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് 2ആയിട്ട് പൊളന്നിട്ട് ഞാൻ അതും കൂടി ഇട്ട് കൊടുക്കുവാണ്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഇതൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് ഇടും കേട്ടോ. റെഡ് ചില്ലി പെട്ടെന്ന് മൂത്ത് പോകണോണ്ട് നമ്മൾ അടുത്ത സാധനം ചെറിയുള്ളിയാണ്. അതിന് 6 ചെറിയുള്ളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി നമ്മുടെ പകുതി വാടുമ്പോൾ നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആക്കണം ചെറിയുള്ളി. അതൊരു പകുതി വാടുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാമേ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ ബേസും ഒരു 3 ക്ലോസ് വെളുത്തുള്ളിയുമാണ്. അതാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇടുന്നത് 2 പച്ചമുളകിനും നെടുവേ കൊടുക്കുന്നതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുവാണ്. നമ്മുടെ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് കുറച്ചൊന്നെടുത്ത് മാറ്റുവാണ്. നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യുമ്പോൾ ഇടാനായിട്ട് ഒന്ന് രസമായി കാണാൻ പറ്റും. അപ്പം നന്നായിട്ട് ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ സമയത്ത് നമുക്ക് വളരെ ചെറിയ തീ വേണം വെക്കാന്, അല്ലെ ഇതെല്ലാം പെട്ടെന്ന് കരിഞ്ഞും പോകും. പിന്നെ ഇതിന് എന്താ പറയുക, ചൂട് ഒത്തിരി കൂടി പോകും. മോരൊഴിക്കുമ്പം പെട്ടെന്ന് പിരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മളിത് ഇതെല്ലാം ആയിട്ടുണ്ട്, മൂത്തിട്ടുണ്ട്. നമുക്കിനി ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ 2 മിനിറ്റിൽ നിന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോര് നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇളക്കിക്കൊണ്ട് വേണം ഒഴിക്കാൻ. ഇപ്പൊ നമ്മുടെ മോരുകറിയുടെ പ്രിപ്പറേഷൻ റെഡിയായി. ഇപ്പൊ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ ആ കറക്റ്റ് ഇളക്കിയത് കൊണ്ട് സൈഡൊന്നും പിരിഞ്ഞു പോകാതെയൊക്കെ നമ്മുടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മോരുകറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പിരിഞ്ഞു പോകുന്ന കാര്യം അവോയ്ഡ് ചെയ്യണം. അപ്പൊ തീ ഒത്തിരി കൂടാതെയും ഒഴിക്കുമ്പോൾ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം. ഇതൊരു കാര്യം മാത്രം ഓർത്താൽ മതി. അപ്പൊ നമുക്കിനി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇടുമ്പോൾ പുളി അനുസരിച്ച് മോരിന് പുളിയുള്ള എത്രയാണെന്ന് നോക്കിയിട്ട് ഇപ്പൊ ഞാനിപ്പോ തൽക്കാലം 1 സ്പൂൺ ഉപ്പ് ഇടാൻ പോവാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പ് രുചിച്ച് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ ഇപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മോരുകറി റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് മതി ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.
നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ.